ഇന്നൊരു കോഴിയട കഥയാണ് കേട്ടോ. സംഭവം ഇതിനകത്ത് ബീഫാണെങ്കിലും പേര് കോഴിയടാന്നാണ്. ഇത് ഞങ്ങളുടെ വയനാടൻ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ വയനാട്ടുകാരല്ലാത്തവർ കഴിച്ചിട്ട് ഇത് എന്താ സംഭവം എന്ന് ചോദിക്കാറ്. ആ ഒരു ക്യൂരിയോസിറ്റി കാണാറുള്ളത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മടിയുള്ളവർ ഈ പണിക്ക് നിൽക്കരുത്. അത്യാവശ്യം നല്ല മെനക്കെടുള്ള പണിയാണ് കേട്ടോ. തലേ ദിവസം കുതിർത്ത് വെച്ച പുഴുങ്ങലരി, അതായത് ചോറ് വെക്കുന്ന അരി, ഞാൻ കുത്തരിയും പൊന്നിയും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. അതിങ്ങനെ അരഞ്ഞരഞ്ഞരഞ്ഞരഞ്ഞ് ഈ പരുവത്തിലാവുമ്പോൾ ഇതുപോലെ പാനിലിട്ടൊന്ന് വാട്ടിയെടുക്കും. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിന്റെ ഫില്ലിങ്ങിന് വേണ്ടി പാൻ ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായി അരിഞ്ഞ സവാളയും ഇച്ചിരി പച്ചമുളക് ചതച്ചതും വാട്ടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതിന്റെ പച്ചമണം മാറി വരുമ്പോൾ വേവിച്ച് വെച്ച് ബീഫ് ക്രഷ് ചെയ്ത് അതിലേക്ക്, പിന്നെ കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി ഇട്ട് ചതച്ച് ചേർക്കുക. അവസാനം ഇത്തിരി കറിവേപ്പിലയും. ഫില്ലിംഗ് റെഡി. ഇനിയാണ് ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്നത്. മാവെടുത്ത് അതിൽ ഫില്ലിംഗ് വെച്ച് ഈ ഒരു ഷേപ്പിൽ അടയാക്കി എടുക്കണം. എന്നിട്ട് ആവിക്ക് വെച്ച് അലുമിനിയം ഫോയിലിന് പകരം വാഴയിലാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് എപ്പോഴും കോഴിയുടെ ഉണ്ടാക്കുമ്പോൾ ഫില്ലിംഗ് കഴിഞ്ഞാൽ ബാക്കിയുള്ള മാവ് വെച്ച് ഉണ്ടാക്കുന്ന ഈ കുഞ്ഞിപ്പത്തിരി. ഇനി നമ്മുടെ കോഴിയുടെ കംപ്ലീറ്റ് ആക്കാൻ വെളിച്ചെണ്ണയിൽ ഇത്തിരി ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് വാട്ടി അതിലേക്ക് തേങ്ങയിലും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് അരച്ചൊഴിച്ച് 3-4 പച്ചമുളക് തിളച്ചു വരുമ്പോൾ വേവിച്ച് വെച്ച അട അതിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ. ഇനി അട പൊട്ടിപ്പോവാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ കോഴിയുടെ റെഡി. പൊളിയാണ് കേട്ടോ. കഴിച്ചവർക്ക് അറിയാം ഇതിന്റെ ടേസ്റ്റ്. ഇല്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.